അമ്പലപ്പുഴ മണ്ഡലത്തിലെ പറവൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയാണ് ഇപ്പോൾ രാഷ്ട്രീയ വെടിമരുന്നിന് തിരികൊളുത്തിയത്. സാധാരണയായി എതിരാളികളെ കടന്നാക്രമിക്കുന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ഇക്കുറി സ്വന്തം പാളയത്തിലെ പ്രമുഖ നേതാവിനെതിരെ തിരിഞ്ഞത് പ്രവർത്തകരെ പോലും ഞെട്ടിച്ചു. പാർട്ടി നേതാവായ CS സുജാതയ്ക്കെതിരെ നടത്തിയ ജാതി അധിക്ഷേപമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. മുല്ലപ്പൂവും തുളസിയും വെച്ച് സുജാത നായർ വീടുകൾ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്ന സുധാകരന്റെ പ്രസ്താവന മുന്നണികൾക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ്. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ, താൻ നായരാണെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിക്കതിരും വെച്ചാണ് പോകുന്നത്. ഇവിടെ നായരുടെ വോട്ടൊന്നും കിട്ടില്ല, ഇവരുടെ സ്ഥലം കായംകുളമാണ്, എന്നിട്ട് അമ്പലപ്പുഴ വന്ന് നിൽക്കുകയാണ് എന്നായിരുന്നു സുധാകരന്റെ വാക്കുകൾ. അമ്പലപ്പുഴയിലെ വോട്ടർമാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാണ് LDF സ്ഥാനാർത്ഥി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. നായർ ധീവര വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും സുധാകരൻ ആരോപിച്ചു. വ്യക്തിപരമായ ആക്ഷേപങ്ങളും പാർട്ടി നേതൃത്വത്തിനെതിരായ വെല്ലുവിളികളും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ വിയോഗങ്ങളെക്കുറിച്ചും രൂക്ഷമായ ഭാഷയിലാണ് സുധാകരൻ സംസാരിച്ചത്. തന്റെ സഹോദരൻ ഭുവനേശ്വരന്റെ മരണത്തിന് കാരണം SFI ക്രിമിനലുകളാണെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ രക്തസാക്ഷിയുണ്ടോ എന്ന സുധാകരന്റെ ചോദ്യം പാർട്ടി നേതൃത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി മാറി. തന്റെ സഹോദരനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പാർട്ടിക്കാർ തന്നെയാണെന്നും കൊല്ലപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് SFI ഗുണ്ടകളാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജി സുധാകരന്റെ ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ CS സുജാത തിരിച്ചടിച്ചു. ഇതിനെ അങ്ങേയറ്റം ബാലിശമായ പ്രസ്താവനകൾ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നത് എന്റെ കടമയാണ്, അതിൽ എന്തു തെറ്റാണുള്ളത്? ഇതിന് ഇത്രയും ദുഷ്ടതയോടെ കാണുന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് സുജാത പ്രതികരിച്ചത്. താൻ ഏതെങ്കിലും ഒരു ജാതിയുടെയോ വിഭാഗത്തിന്റെയോ മാത്രം വോട്ട് തേടിയല്ല ഇറങ്ങുന്നതെന്നും ജനാധിപത്യപരമായ പ്രചാരണത്തെ ജാതിയുമായി ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുതിർന്ന നേതാവിൽ നിന്നുണ്ടായ ഈ നീക്കം LDFനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നായർ ധീവര വിഭാഗങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ ഇത്തരം പരാമർശങ്ങൾ വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്ക മുന്നണിക്കുണ്ട്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പരസ്യമായ സാഹചര്യത്തിൽ CPM നേതൃത്വം സുധാകരനെതിരെ എന്ത് നിലപാട് എടുക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. UDFും BJPയും ഈ പ്രസ്താവന ഏറ്റെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷത്തെ ജാതി രാഷ്ട്രീയവും വിഭാഗീയതയും തുറന്നുകാട്ടാൻ ഇത് അവസരമൊരുക്കിയിരിക്കുകയാണ്. ജി സുധാകരനും CS സുജാതയും തമ്മിലുള്ള ഈ പോര് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിവാദമല്ല, മറിച്ച് ആലപ്പുഴയിലെ CPMനുള്ളിൽ ദീർഘകാലത്തെ വിഭാഗീയതയുടെയും വ്യക്തിപരമായ മുറിവുകളുടെയും ഒരു തുറന്നുപറച്ചിൽ കൂടിയാണ്. വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് CS സുജാതയും സുധാകരന്റെ അനന്തരവൻ കൂടിയായ N ഹരിശങ്കറും സുധാകരന്റെ പുന്നപ്രയിലെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. പാർട്ടി അംഗത്വം പുതുക്കാതെ മാറി നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സുധാകരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സുജാതയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തത് പാർട്ടിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരന്റെ മരണവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നതാണ്. തന്റെ സഹോദരന്റെ മരണത്തിൽ കേസ് നടത്താൻ പാർട്ടി ഒരു പൈസ പോലും സഹായിച്ചില്ലെന്നും പുരയിടത്തിലെ ആഞ്ഞിലി മരം വെട്ടിവിറ്റാണ് കുടുംബം ഈ കേസ് നടത്തിയതെന്നും സുധാകരൻ വെളിപ്പെടുത്തി. ഭുവനേശ്വരനെ രക്തസാക്ഷിയായി പാർട്ടി ഉയർത്തിക്കാട്ടുമ്പോഴും അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് SFIയിലെ തന്നെ ചിലരുടെ ഇടപെടലുകളാണെന്നുമാണ് സുധാകരന്റെ പുതിയ ആരോപണം. 63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചനകൾ സുധാകരൻ നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തന്റെ പരാതികൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആക്ഷേപം. സുജാത മുല്ലപ്പൂവും തുളസിയും ചൂടി സവർണ വീടുകൾ മാത്രം ലക്ഷ്യമിടുന്നു എന്ന പരാമർശം ബോധപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമ്പലപ്പുഴയിലെ ധീവര നായർ വോട്ടുകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി LDFന്റെ വോട്ട് ബാങ്ക് തകർക്കുക എന്ന തന്ത്രം ഇതിന് പിന്നിലുണ്ടെന്ന് പാർട്ടി അനുകൂലികൾ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C ശ്യാംജി സുധാകരനെ രാഷ്ട്രീയ കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹം തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ വീട്ടിൽ രക്തസാക്ഷിയുണ്ടോ എന്ന ചോദ്യത്തിലൂടെ പാർട്ടിയിലെ പരമോന്നത നേതാവിനെ തന്നെ സുധാകരൻ ലക്ഷ്യം വെച്ചു. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ നേതൃത്വം സുരക്ഷിതരാണെന്ന വികാരമാണ് അദ്ദേഹം ഇതിലൂടെ പങ്കുവച്ചത്. ജി സുധാകരൻ എന്ന നേതാവ് ഉയർത്തിയ ഈ വെല്ലുവിളി കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രസ്താവനയായി തള്ളിക്കളയാൻ CPMന് കഴിയില്ല. പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന ഒരു നേതാവ്
തന്റെ സഹോദരന്റെ മരണത്തെക്കുറിച്ചും പാർട്ടിയിലെ ജാതി സമവാക്യങ്ങളെക്കുറിച്ചും പരസ്യമായി വികാരാധീനനാകുന്നത് ആലപ്പുഴയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയൊരു വിള്ളലിന്റെ സൂചനയാണ്. മുല്ലപ്പൂവും തുളസിയും ഒരു പ്രതീകമായി ഉയർത്തിക്കാട്ടി സുധാകരൻ ലക്ഷ്യം വെക്കുന്നത് പാർട്ടിയിലെ പുതിയ രീതികളെയാണോ അതോ തന്നെ അവഗണിക്കുന്ന നേതൃത്വത്തോടുള്ള മറുപടിയാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും അമ്പലപ്പുഴയിലെ വോട്ടർമാർ ബാലറ്റ് ബോക്സിലേക്ക് നീങ്ങുമ്പോൾ സുധാകരന്റെ ഈ വിമത സ്വരം ചുവപ്പ് വോട്ടുകളിൽ എത്രത്തോളം വിറയലുണ്ടാക്കുമെന്ന് ഇനി കണ്ടറിയാം.